CJP പാർലമെന്റ് മാർച്ചിൽ അന്വേഷണത്തിന് 20-അംഗ സംഘത്തെ നിയോഗിച്ച് ഡൽഹി പോലീസ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംഘം പരിശോധിക്കും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജന്തർ മന്ദറിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. അതിനിടെ സമരത്തിൽ പെൺകുട്ടിയുടെ മുഖത്തടിച്ച് നോർത്ത് ഈസ്റ്റ് ഡൽഹി ACP സന്ദീപ് ലാംബ IPSനെ സ്ഥലം മാറ്റി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വിഷ്ണു പ്രസാദ് ഉണ്ട് രാവിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. സഭയും ഒപ്പം ദില്ലിയും. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മോദി, ഗുഡ് മോർണിംഗ്. ഏതായാലും പാർലമെന്റിന്റെ ഇന്നത്തെ ദിവസത്തെ സഭാ സമ്മേളനവും സ്തംഭിക്കുന്ന എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. കാരണം പാർലമെന്റിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും അതിൽ പറയുന്നത് കേവലം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, മുൻകാലങ്ങളിൽ ഉണ്ടായ പേപ്പർ ലീക്കുകൾ, അതോടൊപ്പം തന്നെ BJPക്ക് പുറമെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പേപ്പർ ലീക്കുകൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നാണ് എന്തായാലും കോൺഗ്രസിനോട് ഇപ്പോൾ BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ജന്തർ മന്ദറിൽ രാവിലെ തന്നെ ആൾക്കൂട്ടം നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രിയിലടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ എല്ലാം തന്നെ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷി ജന്തർ മന്ദറിന് എന്തായാലും നിലവിലില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിന് പുറത്ത് ജന്തർ മന്ദറും കഴിഞ്ഞ ആളുകൾ കവിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയും തോറും കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ നടപടികളിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ ഒരു പിന്തുണ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. സിനിമാ താരം സൽമാൻ ഖാനാണ് ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ CJP സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം വളരെ അനിവാര്യമായ ഒന്നാണ്, രാജ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. പേപ്പർ ലീക്ക് എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ് എന്ന് തന്നെ സൽമാൻ ഖാൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയും ജന്തർ മന്ദറിന്റെ സമീപത്ത് സംഘർഷം ഉണ്ടായിരുന്നു. അത് കൊണാട്ട് പ്ലേസിന് സമീപത്ത് തന്നെയായിരുന്നു. പോലീസിന് നേരെ കല്ലേറുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് നടത്തിയ ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും വിദ്യാർത്ഥികൾക്ക് നേരെ ഇന്നലെ രാത്രിയും ഉണ്ടായി എന്നത് തന്നെയാണ്. മാത്രവുമല്ല, ഒരു വിദ്യാർത്ഥിനിയുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദീപ് ലാംബ എന്ന് പറയുന്ന ACPയെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു. പ്രതിഷേധ സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഡൽഹി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് പോലീസിലെ IPS ഉദ്യോഗസ്ഥനാണ് സന്ദീപ് ലാംബ. അദ്ദേഹം ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും KC വേണുഗോപാലും അടക്കമുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഡൽഹി പോലീസിന്റെ 20-ാം തീയതി നടന്ന നടപടിക്കിടയിൽ തന്നെ പലപ്പോഴായി വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നടത്തിയ പാർലമെന്റ് മാർച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ രേഖകളും അടക്കം പോലീസ് പരിശോധിക്കുന്നതിനായി